ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. 2-3 ദിവസം മുന്നേ തീരെ സുഖമില്ലായിരുന്നു. നിങ്ങൾ ഷോർട്ടിൽ കണ്ടതുപോലെ പനിയും ത്രോട്ട് പെയിനും ഒക്കെ ആയിട്ട് ആകെ സീനായിരുന്നു കേട്ടോ. ആ ദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തുനിന്ന് അപ്പവും സാമ്പാറും പിന്നെ നല്ല രസവടയൊക്കെ വാങ്ങിയിട്ട് വന്നു. അത് തന്നെ മക്കൾ ലഞ്ചിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ട് സ്കൂളിലേക്കും പോയി. ഞാനിതാ ഉപ്പുവെള്ളം റെഡിയാക്കുകയാണ്. തൊണ്ടവേദനയ്ക്ക് ഡെയിലി 3 നേരം ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊക്കെ നല്ല പനിയും ബോഡി പെയിനും ഒക്കെ ആയിരുന്നു. ജസ്റ്റ് മെഡിസിൻ കഴിക്കാൻ എണീക്കും, എന്നിട്ട് ഫുൾ ടൈം മൂടി പുറച്ച് അങ്ങനെ കിടപ്പായിരുന്നു. 3 ദിവസമായിട്ട് പനി കുറവില്ലെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യണം, പിന്നെ കൗണ്ട് കുറയുന്ന പനിയാണോ എന്നൊക്കെ നോക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും മഴയും പിന്നെ ഇതുപോലുള്ള പനികളും ഒക്കെ ആയിട്ട് ഇപ്പം ക്ലൈമറ്റ് വളരെ മോശമാണല്ലോ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡും ഒക്കെ വാങ്ങിയിട്ട് വന്നു. ഊണാണ് കേട്ടോ വാങ്ങിയത്. ഈ ഒരു ഊണ് എടുത്തു കഴിഞ്ഞാൽ എനിക്കും ഇക്കാക്കും ധാരാളം കഴിക്കാനുണ്ടാവും. പിന്നെ മക്കൾ വരുന്നത് വരെ ഇത് വെച്ചിരിക്കാനും പറ്റില്ല, ചളിച്ച് പോവും. അപ്പോൾ അവർ രാത്രി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതിൽ മീൻ കറിയും പിന്നെ മോര് കറിയാണോ വെള്ളക്കറിയാണോ എന്ന് ഓർമ്മയില്ല കേട്ടോ, വെള്ളരിക്ക കറി, പിന്നെ ഒരു നെത്തോലി പൊരിച്ചത്, പിന്നെ അവിയൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവിയലാണ്. പിന്നെ എന്തോ ഒരു കൂട്ടുകറി പോലത്തെ ഒരു തോരൻ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറൊന്നും ഞാൻ തൊട്ടിട്ടേ ഇല്ല. എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്കിലും കഞ്ഞി കുടിക്കാനുള്ള മടി കാരണം ഞാൻ കുറച്ച് ചോറിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം കൈ കഴുകിയിട്ട് മെഡിസിനൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ചോറ് എന്തായാലും കഴിക്കണമല്ലോ, അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. മീൻ കറിയൊന്നും എനിക്ക് തൊടാനേ തോന്നിയില്ല കേട്ടോ. പിന്നെ ആ ഒരു വായ കയ്പ്പുണ്ടാവുമല്ലോ നമുക്ക് പനിക്ക്, അതുകൊണ്ട് തന്നെ ഒന്നും ഒരു രുചി തോന്നിയില്ല. പിന്നെ ആ ഒരു വെള്ളരിക്ക കറി കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു എന്ന് വരുത്തി തീർത്തു. പിന്നെ മോളാണ് എനിക്ക് വയ്യാത്തപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകിയൊക്കെ ഒതുക്കുന്നത്. അപ്പോൾ രാവിലെ അവൾ കുറേ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് പോയതാണ്. പിന്നെ കുറച്ച് പാത്രങ്ങൾ അങ്ങനെ സിങ്കിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കാനോട് പറഞ്ഞു. ഇല്ലെങ്കിൽ മോൾ വന്നിട്ട് വൈകുന്നേരം അത് കഴുകാൻ നിൽക്കും. അവൾക്കാണെങ്കിൽ ഇഷ്ടംപോലെ പഠിക്കാനും ഉണ്ട്. അപ്പോൾ ഇക്ക അങ്ങനെ കണ്ടാൽ അങ്ങനെ അറിഞ്ഞ് ചെയ്യലൊന്നുമില്ല കേട്ടോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യും. അപ്പോൾ ആളുടെ ശ്രദ്ധയിൽ അങ്ങനെ വരില്ല. കുക്കിങ്ങും കിച്ചൺ ഏരിയ ഒന്നും അങ്ങനെ തീരെ പരിചയമില്ലാത്തതുകൊണ്ട് അതങ്ങനെ ശ്രദ്ധയിൽ പെടില്ല. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യും. അപ്പോൾ ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. ഞാൻ അതിനിടയിൽ ഉച്ചക്കത്തേക്കുള്ള ആ ഒരു ഉപ്പുവെള്ളം റെഡിയാക്കുകയാണ് ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉമ്മമാർക്ക് എന്തെങ്കിലും വയ്യായ്ക വന്നാൽ ബാക്കി ഫാമിലി മെമ്പേഴ്സിന് മൊത്തം ആകെ ഒരു താളം തെറ്റലായിരിക്കും. നമ്മളൊരു 2 ദിവസം കിടന്നു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം തന്നെ മക്കളും ഭർത്താവും ഒക്കെ ചോദിച്ചു തുടങ്ങും, കുറവില്ലേ, ഉമ്മ എണീക്കുന്നില്ലേ, ഉമ്മ എണീറ്റാലേ അത് പറ്റുള്ളൂ ഇത് പറ്റുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു തുടങ്ങും. ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള സമാധാനം പോവും. പിന്നെ കിടക്കാനൊന്നും തോന്നൂല. കുറവില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റാൽ മതി എന്നാണ് പിന്നെ നമുക്ക് തോന്നാറ്. അങ്ങനെ സകലമാന ഉമ്മമാരെയും മനസ്സിൽ നമിച്ചുകൊണ്ട് 2-ാമത്തെ ദിവസം പനി കഴിഞ്ഞ ഉടനെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറം കഴുകിയിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ. ഒരു ഉള്ളി പുരട്ടിയത് അങ്ങനെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. പനി വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കേടായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം അത് ചൂടാക്കി എടുത്തു. അപ്പോൾ ആർക്കെങ്കിലും കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് കരുതി. പ്രത്യേകിച്ചിട്ട് കറിയൊന്നും വെക്കാനുള്ള ഒരു ആംബിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ. തീരെ ടയേർഡായിരുന്നു. ആ ഒരു പനി മാറിയിട്ടുണ്ടെങ്കിലും ബോഡി പെയിൻ ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റവപ്പുട്ട് റെഡിയാക്കി. പിന്നെ കുറച്ച് തേങ്ങ വേണമായിരുന്നു ചിരകാനായിട്ട്. അപ്പം ചിരകാനൊക്കെ ഭയങ്കര മടി തോന്നി. എന്തോ ഒരു ആ ക്ഷീണം വിട്ടു പോകാത്തതുകൊണ്ടായിരിക്കും. പിന്നെ എങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടി തേങ്ങയൊക്കെ ചിരകിയെടുത്തു. നോക്കുമ്പോഴത്തേക്ക് കുടിക്കാനുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കണമല്ലോ. പച്ചവെള്ളം കുടിച്ചാൽ ത്രോട്ട് പെയിൻ കൂടിയാലോ എന്ന് കരുതിയിട്ട് പിന്നെ വേഗം ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് ഇട്ടു. അപ്പോൾ എല്ലാ ഉമ്മമാർക്കും എൻ്റെ വക ഒരു സല്യൂട്ട്. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല എന്ന സത്യം നമ്മളൊരു ഉമ്മ ആകുമ്പോഴാണ് കേട്ടോ മനസ്സിലാക്കാറുള്ളത്.
അങ്ങനെ ഇതാ റവ പുട്ടൊക്കെ റെഡിയാക്കി. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ റവ കൊണ്ട് തന്നെയല്ലേ ഉമ്മ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മക്കൾ ഭയങ്കര ബഹളം. അവർക്ക് ആർക്കും ഉപ്പുമാവ് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതുപോലെ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് റവ കൊണ്ടുണ്ടാക്കുന്നതാണല്ലോ എന്ന് എഴുതിയിട്ട് പിന്നെ റവ പുട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഓംലെറ്റ് റെഡിയാക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഓംലെറ്റാണ് കേട്ടോ ഇവിടെ. ഒരാൾക്ക് ഉള്ളി വേണ്ട, ഒരാൾക്ക് മുളകും ഉപ്പും മാത്രം മതി, അങ്ങനെയൊക്കെ. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനായിട്ട് ഓംലെറ്റൊക്കെ റെഡിയാക്കി. എന്നിട്ട് ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. 3 നേരവും അങ്ങനെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കാൻ എന്തായാലും പ്രായോഗികമല്ലല്ലോ. അപ്പോൾ നമ്മളെ ഹെൽത്തും വീക്കാവും. പിന്നെ നമ്മളുണ്ടാക്കി കഴിക്കുന്ന ആ ഒരു തൃപ്തി കിട്ടുകയില്ല. അപ്പം എന്തായാലും ഇനിയിപ്പം ഉണ്ടാക്കി തന്നെ കഴിക്കാമെന്നുള്ള ഒരു മനസ്സോടുകൂടി ചെയ്തതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ സ്കൂളുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ ഹറിബറിയായിട്ട് കിടന്ന് ഓടാനായാലും എന്തായാലും ബോഡി വീക്കാണല്ലോ. അപ്പോൾ ഇന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്രീ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനറൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നാളെ സാമ്പാർ വെക്കുന്നുണ്ട്. ദോശയും സാമ്പാറുമാണ്. അപ്പോൾ സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഞാൻ സാമ്പാറിലേക്ക് ചില സമയത്ത് ഈ ഒരു പച്ച വാഴക്കയും കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ ഒരു പച്ച വാഴക്കയിൽ ചെറിയൊരു കറയുടെ ഭാഗം ഉണ്ടാവുമല്ലോ, അത് മാത്രം മുറിച്ച് കളയും. ബാക്കി ആ ഗ്രീൻ പാർട്ട് കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ തോലോട് കൂടിയാണ് കേട്ടോ ഇടുന്നത്. ആ ഒരു തോലിലാണ് വൈറ്റമിൻസ് ഉള്ളതെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കും. ചില സമയം വിനെഗറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതാ എല്ലാ വെജിറ്റബിൾസിനും ഓരോ പീസ് അങ്ങനെ കട്ട് ചെയ്തിട്ടു. പിന്നെ കുറച്ച് ചെറിയുള്ളിയൊക്കെ ഒന്ന് ഒലിച്ച് വെക്കുകയാണ്. അപ്പോഴേക്കതാ നമ്മളെ കുടിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് പോയി ഓഫ് ചെയ്തിട്ടു. പിന്നെ 5-6 ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഒലിച്ച് റെഡിയാക്കി വെച്ചു. ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം പകുതി സവാളയും കൂടി വേണം കേട്ടോ ഈ ഒരു സാമ്പാറിലേക്ക്. നല്ല അടിപൊളി സാമ്പാറാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ സാമ്പാർ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ വെണ്ടയ്ക്ക ഞാൻ അതിൻ്റെ സൈഡൊന്നും ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. കഴുകുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴുകുന്ന സമയത്ത് ആ വെണ്ടയ്ക്കേൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് വല്ലാത്തൊരു വഴുവഴുപ്പായിരിക്കും. പിന്നെ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കഴുകിയതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ മൂടും തുമ്പുമൊക്കെ അരിഞ്ഞ് കളയുന്നത്. അപ്പോൾ അത് ബാക്കി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തക്കാളി അങ്ങനെ മുഴുവനെ തന്നെ ഇട്ട് കഴുകുകയാണ്. അല്ലെങ്കിൽ അതും ഉടഞ്ഞ് നാശമാവില്ല നമ്മൾ കഴുകി കഴിയുമ്പോൾ. അപ്പോൾ ഒരു 3-4 വെള്ളം നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ദോശ ബാറ്ററിനുള്ള ഉഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിലിടുകയാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ ദോശ റെഡിയാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാനുള്ള സംഭവമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കുക കേട്ടോ ചാനലിൽ. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് അതും കുതിരാനായിട്ട് ഇടുകയാണ്. നാളെ രാവിലത്തേക്കാവുമ്പോഴേക്കും അത് കുതിർന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു മണവും പിന്നെ ആ ഒരു റെഡ് കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ആ ഒരു വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊന്നും ഞാൻ രാത്രി 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തപ്പോഴേക്കും. അപ്പോൾ അതൊന്നും കളഞ്ഞിട്ടില്ല, രാത്രി കളയാൻ വേണ്ടിയിട്ട് പോയില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു, പാറ്റയും പല്ലിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ പാത്രങ്ങളൊക്കെ ആ ഒരു സമയത്തുണ്ടായ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒതുക്കിയിടുകയാണ്. അപ്പോൾ തീരെ വയ്യ എങ്കിലും നമ്മൾ ഈ ഒരു പാത്രങ്ങൾ അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ എന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ ഇനിയിപ്പോൾ ഇത് എണീറ്റ് വന്നിട്ട് കഴുകണമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ രാത്രി തന്നെ അത് കഴുകി ക്ലീനാക്കിയിട്ട് കിടക്കാനാണ് തോന്നാറുള്ളത്. പാത്രം കഴുകിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഓർത്തത്, ചെറിയ മോള് ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഫുഡ് കഴിച്ച പാടെ തന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് ആ ഒരു വെള്ളം കൊടുക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടിക്കാതെ കിടക്കുമ്പം എന്തോ ഒരു അസ്വസ്ഥതയായിരിക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ പിന്നെ വേഗം മോളെ ഉണർത്തിയിട്ട് അങ്ങനെ വെള്ളം കൊടുത്തതാണ്. അപ്പോൾ ഇതുപോലെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും ഓണായാലേ പറ്റുള്ളൂ. അങ്ങനെ ഇതാ രാത്രിയത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ത്രോട്ട് പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഗാർഗിൾ ചെയ്യാനുള്ള ഉപ്പുവെള്ളം റെഡിയാക്കിയിട്ട് പിന്നെ മെഡിസിനൊക്കെ കഴിച്ചിട്ട് ഉപ്പുവെള്ളം ഒന്ന് ഗാർഗിൾ ചെയ്തിട്ട് പോയി കിടക്കാമെന്ന് വിചാരിക്കുകയാണ്.
ഡോക്ടർ തന്ന മെഡിസിൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഇപ്പോൾ ഫീവറും മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ. പനി മാറിയില്ലെങ്കിൽ ഇനിയിപ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ടെൻഷൻ കൂടുമായിരുന്നു. അപ്പോൾ പനി അൽഹംദുലില്ലാ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ആ ഒരു റെഗുലേറ്റർ ഓഫ് ചെയ്യേണ്ടത് ഗ്യാസിൻ്റെ. അപ്പോൾ അതും ചെയ്തിട്ട് പോയി കിടന്നുറങ്ങി. ഇനിയിപ്പോൾ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം ചായ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വയ്യാതെ കിടന്ന സമയത്ത് മക്കൾ നിൽക്കായാണ് കേട്ടോ കിച്ചൺ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ ഒരു മൂലയ്ക്കിരുന്ന പാൽ അവർ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ആ ഒരു പാലെടുത്തിട്ട് ഒന്ന് കാച്ചി നോക്കുകയാണ്. അപ്പോൾ അത് പിരിയുവാണെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ എടുക്കാമെന്ന് കരുതിയിട്ട് ആദ്യം അത് മാത്രം സെപ്പറേറ്റ് ഒന്ന് കാച്ചി നോക്കുകയാണ്. അത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം കുടിക്കുകയാണ്. അല്പം വെള്ളം ചൂടോടുകൂടി കുടിക്കുമ്പം ആ ഒരു തൊണ്ടവേദനയ്ക്കൊക്കെ നല്ല ആശ്വാസമാണല്ലോ. പിന്നെ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ. അപ്പോൾ ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പഴയ പാല് കേടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് തിളപ്പിച്ച് നോക്കിയപ്പം പിരിയുന്നൊന്നുമില്ല. വേഗം പിന്നെ അതിലേക്ക് പുതിയ പാല് ചേർത്തിട്ട് എല്ലാവർക്കുമുള്ള ചായ റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സാമ്പാർ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം പരിപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയൊരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കഴുകി വൃത്തിയാക്കിയ പരിപ്പിലേക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് പരിപ്പ് വേവാനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ 4-5 വിസിൽ വന്നാൽ പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചായ റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു. ഇനി നമ്മൾ തലേദിവസം കുതിർത്തില്ലേ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉഴുന്നും അരിയൊക്കെ, അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനിയൊരു 1 മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ മക്കൾക്ക് സ്കൂളിൽ പോകാനായിട്ട് നേരമായി. അപ്പോൾ അതിന് മുമ്പായിട്ട് ദോശമാവ് സെറ്റാവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരല്പം സോഡാപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. സോഡാപ്പൊടി ചേർത്തിട്ട് ഉഴുന്നും അരിയും അരച്ചെടുക്കുമ്പം ദോശ പെർഫെക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിനിടയിൽ ചെറിയ മോളിവിടെ ക്രാഫ്റ്റിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഞാൻ ഉഴുന്നും അരിയൊക്കെ അരച്ചിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ദോശയ്ക്കുള്ള പരുവത്തിന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ മൂടി മാറ്റി വെച്ചു. അപ്പോൾ ദോശ അരയ്ക്കാൻ ഉപയോഗിച്ച ജാറും പിന്നെ ഒരു പാത്രങ്ങളും ഒരു സമയത്തുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി മാറ്റുകയാണ്. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും സിങ്ക് നിറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരു പൈപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും പാത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു സമയത്തുണ്ടായ പാത്രങ്ങൾ അങ്ങനെ കഴുകി ഒതുക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം മിക്സിയുടെ ജാറ് നല്ലോണം മുഷിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ കറുത്തിട്ട് ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചു തുടങ്ങി. അപ്പോൾ വേഗം അതൊന്ന് കഴുകി നീറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വാഷർ നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് അധികം ബലം പ്രയോഗിച്ച് വലിച്ച് കഴുകരുത് കേട്ടോ. അപ്പോൾ അത് വലിഞ്ഞ് ചീത്തയായി പോവും. അപ്പോൾ അതുകൊണ്ട് മെല്ലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു കറുപ്പ് പറ്റി പിടിക്കും. അപ്പോൾ നമുക്ക് കറുത്തതായതുകൊണ്ട് കാണത്തുമില്ല. പക്ഷേ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ ഇതുപോലൊരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു മിക്സിയുടെ ജാറ് വൃത്തിയാക്കാൻ പറ്റും. എല്ലാ ഏരിയയിലും ആ ഒരു ബ്രഷ് എത്തുമല്ലോ. അപ്പോൾ അതിലേക്ക് ഡിഷ് വാഷ് സോപ്പ് ഒന്നാക്കിയിട്ട് ഈ ഒരു വക്കൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും ഇതുപോലെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് തേച്ച് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വക്കിലായിട്ട് ഇങ്ങനെ കറുത്ത പൊടി പോലെ ഫംഗസോ അങ്ങനെ അഴുക്കോ എന്തോ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഉരച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. ഒരു ജാറിൻ്റെ മൂടിയുടെ ഉൾഭാഗത്തും ഇതുപോലെ അഴുക്കായിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗമെല്ലാം ഇതുപോലെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം.
അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് പുതിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കിങ്ങനെ കഴുകി വൃത്തിയാക്കുമ്പോഴേക്കും. അപ്പോൾ ഇനിയിപ്പോൾ ജാറും കൂടി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിലും ഇതുപോലെ ഫംഗസും അഴുക്കും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ഒരു പിടി വരുന്ന ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ടൂത്ത് ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യാം. അല്ലാതെ നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പം അത്ര ഒന്ന് വൃത്തിയാവില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് അഴുക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു ഡിഷ് സോപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ജാറിൻ്റെ ഈ ഒരു ഭാഗത്തും ഇതിൻ്റെ അടിഭാഗത്തുമാണ് കേട്ടോ കൂടുതൽ അഴുക്ക് പിടിക്കാറുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് അടിഭാഗത്തും ഒന്ന് കഴുകി നീറ്റാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ബ്രഷ് അത്ര കടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സ്ക്രബ്ബർ ഇട്ടിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ചൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ഇതാ മിക്സിയുടെ ജാറും അടപ്പുമൊക്കെ നല്ല ക്ലീനായിട്ട് കഴുകി നീറ്റാക്കി മാറ്റി വെച്ചു. ഇപ്പോൾ സാമ്പാർ റെഡിയാക്കിയതിൻ്റെ വീഡിയോ ഒന്നും കാണാനില്ല കേട്ടോ. ഗാലറിയിൽ നിന്ന് എങ്ങനെയോ മിസ്സായിട്ടുണ്ട്. അതോ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയതാണോ എന്താണെന്ന് പിടിയില്ല. അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ എന്തായാലും ഒരുപാടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രമാണ് കേട്ടോ ഇപ്പം ആ ഒരു പാത്രത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ കംപ്ലീറ്റ് ക്ലീനിങ് പരിപാടികളാണ്. വലിയ രീതിയിലൊന്നുമില്ല, സുഖമില്ലാതെ എണീറ്റതാണല്ലോ, അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഗ്യാസിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തു. പിന്നെ സ്ലാബും ഒന്ന് തുടച്ചിടുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടും കേട്ടോ. നമ്മൾ ആ ഒരു താളിച്ചതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്യാസിൻ്റെ പുറത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ചെറിയ രീതിയിൽ ഒന്ന് നീറ്റാക്കിയിടും. കാരണം ഇനിയിപ്പോൾ ലഞ്ച് കഴിയുമ്പം എന്തായാലും വീണ്ടും പണികളുണ്ടാവും. അപ്പോൾ അന്നേരം ബാക്കി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ കരുതിയിട്ട് ചെറിയ രീതിയിൽ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിടും. പിന്നെ ആ ഒരു ടൈമിൽ ഉണ്ടായ പാത്രങ്ങളൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. പാത്രങ്ങളൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന നമുക്ക് എന്തോ അടുക്കള ഒതുങ്ങാത്ത പോലെയും പണി തീരാത്ത പോലെയൊക്കെ തോന്നൂലേ. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? അപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം വേഗം ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ലഞ്ച് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ഈ ഒരു തവിടരി വെച്ചിട്ടാണ് കേട്ടോ ചോറ് വെക്കാൻ പോണത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഈ ഒരു അരി വെച്ചിട്ടാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമില്ല, ഈ ഒരു ചോറിന് വലിയ രുചിയില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പക്ഷെ നമുക്ക് ഹെൽത്ത് വൈസും ഡയറ്റിനും ഒക്കെ നല്ല അരിയാണ് കേട്ടോ ഈ ഒരു റൈസ് ബ്രാൻ അരി. ഇനിയിപ്പോൾ ദാ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ.
അരി നന്നായിട്ട് കഴുകി എടുത്തപ്പോഴേക്കും ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ കുക്കറിൽ അരി വേവിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വരെ വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അരി വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാനിതാ ഈ ഒരു ജനാലകളൊക്കെ ഒന്ന് തുറന്നിടുകയാണ്. പുറത്തുള്ള ആ ഒരു ശുദ്ധവായു ഉള്ളിലേക്ക് വന്നോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ജനാലയൊക്കെ തുറന്നിട്ടു. അപ്പോഴേക്ക് ഇതാ മോള് ഒരു വീഡിയോ എന്തോ ടി വിയിൽ കണ്ടിട്ട് വന്നിട്ട് ക്യാൻഡി ഉണ്ടാക്കണം അമ്മ, നല്ല രസമുണ്ട്, അതെനിക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ എന്താ പറയുക കിരികിരിയാക്കാന്ന് പറയില്ലേ, പുറകെ നടന്നിങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെ അവളെയും കൂടെ നിർത്തിയിട്ട് ഞാൻ ആ ഒരു ക്യാൻഡി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം തേൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ തേൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്. ആ ഒരു പഞ്ചസാര മെൽറ്റായിട്ട് ഒരു അല്പം തിക്നെസ്സോട് കൂടിയിട്ട് ആ ഒരു ഒറ്റനൂൽ പരുവം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയി വരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു നുള്ള് ഫുഡ് കളറ് ചേർത്ത് കൊടുത്തു കേട്ടോ. കേക്കിനൊക്കെ ചേർക്കൂലേ നമ്മൾ, ആ ഒരു കളറാണ്, ബ്ലൂ കളറാണ് കേട്ടോ ചേർത്തത്. ഇനിയിപ്പോൾ അതൊന്ന് കുറുകി വരുമ്പോഴേക്കും ഇതുപോലെ അല്പം പച്ചവെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ല ബോൾ പോലെ സെറ്റായിട്ട് നമ്മൾ ആ ക്യാൻഡി പോലെ ഉറപ്പായി കഴിയുകയാണെങ്കിൽ അത് ഓക്കെ ആയി, അതിൻ്റെ കുക്കിംഗ് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം തിളപ്പിച്ചതൊക്കെ മതി. അത് ഇറക്കിയിട്ട് നമുക്കിതുപോലെ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് വേണം കേട്ടോ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അത് ഇളകിപ്പോരില്ല. തണുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല ഹാർഡാവും. നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ലോലിപ്പോപ്പില്ലേ, അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇതാ ഐസ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്ത് മോൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തോട്ടെ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ കൈ മറ്റോ പൊള്ളിക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അത് തണുത്തതിന് ശേഷം ഇളകി കിട്ടുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. അവൾ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കുമ്പം ഭയങ്കര ഹാപ്പിയാണ് ആൾക്ക്. അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം ഷുഗർ മാത്രമല്ലേ അതിലുള്ളൂ, മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ പുളിരസം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായനെ. പിന്നെ നാരങ്ങ ചേർക്കാമെന്നൊക്കെ ഞാൻ ആദ്യം കരുതി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ക്രിസ്റ്റൽ ആയില്ലെങ്കിലോ, അത് നാരങ്ങ ചേർക്കുന്നതിനാണല്ലോ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ചേർക്കാത്തത്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കഴിക്കണം കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ നല്ല ബ്ലൈഡ് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വായുടെ ഉൾഭാഗം ചുണ്ടൊക്കെ കീറാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ കഴിക്കണം. ഇനിയിപ്പോൾ തോരൻ റെഡിയാക്കുകയാണ്. ഉച്ചക്കത്തേക്ക് ലഞ്ചിലേക്കുള്ള തോരൻ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് ക്യാരറ്റും ബീൻസും ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ പിന്നെ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് തോരൻ റെഡിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ കേട്ടോ, വേറെ ഒന്നുമില്ല. അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. പിന്നെ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ജീരകത്തിന് പകരം ഞാൻ സാമ്പാർ പൊടി ലേശം ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാ പൊടിയും അതിലുണ്ടല്ലോ. പിന്നെ കുറച്ച് വെള്ളവും ഉപ്പുമൊക്കെ ചേർത്തിട്ട് അതങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഫിഷ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് വയ്യാതാവുന്നതിന് മുമ്പുള്ള ഫിഷാണ് കേട്ടോ. അതിങ്ങനെ ഫ്രീസറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുറത്തെടുത്തു. അപ്പോൾ ഇന്നിനിപ്പോൾ കറി വയ്ക്കാൻ എന്തായാലും കൊള്ളൂല, പക്ഷേ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വയ്യാതായ അങ്ങനെയാണല്ലോ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാവും. ആർക്കും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ബാക്കിയായ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വേസ്റ്റ് ആവാതെ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സാമ്പാർ വെച്ചല്ലോ, ഇനിയിപ്പം ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ തോരനുമായി. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ഉള്ള സംഭവങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ വേഗം ഫിഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും കുളിക്കാൻ പോകണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഫിഷ് ഫ്രൈ ചെയ്യലൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും വിനെഗറും പിന്നെ ഉപ്പും മാത്രമാണ് കേട്ടോ ചേർത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇന്നിപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നും ചതയ്ക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഈസി പീസി ഒരു മസാല പുരട്ടലായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, അങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾ.
അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇത്രയും തുണികൾ കഴുകിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ മുകളിൽ കൊണ്ടുപോയി വിരിക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു തുണികൾ ഉണങ്ങി കിട്ടുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ ഞാൻ മുകളിൽ കൊണ്ട് വിരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ മുകളിൽ പോണതിൻ്റെ ഇടയ്ക്ക് പടിയുടെ നടുക്ക് തന്നെ മോളുടെ ടോയ്സാണ് കേട്ടോ. ഇത് കുഞ്ഞിലേ ഉള്ള ടോയ്സാണ്. അവളതൊന്നും കളഞ്ഞിട്ടില്ല. അവൾക്കതൊക്കെ ഇപ്പോഴും ഭയങ്കര പ്രിയപ്പെട്ട എന്തോ സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ പടിയുടെ നടുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ചിട്ട് വീണ്ടും തുണിയും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ ഇന്ന് ചെറിയ വെയിലല്ല കേട്ടോ, നല്ല സ്ട്രോങ് വെയിൽ തന്നെ അടിക്കുന്നുണ്ട്. പക്ഷേ മുകളിൽ മഴ പെയ്തതിൻ്റെ ബാക്കി അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് ഊർന്നു പോകുന്ന രീതിയിലല്ല നമ്മളെ ടെറസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വറ്റിപ്പോവാൻ കുറച്ചധികം വെയിൽ തന്നെ അടിക്കേണ്ടി വരും. അപ്പോൾ നല്ല വഴുക്കലുണ്ട്. ഞാൻ വളരെയധികം ശ്രദ്ധിച്ചാണ് കേട്ടോ തുണികളൊക്കെ വിരിക്കുന്നത്. വീണ് കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ. പിന്നെ മക്കളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടിയാൽ വലിയ സന്തോഷമായി. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മഴയായിരിക്കുമല്ലോ. ഇടയ്ക്കൊരു വെയിൽ, പിന്നെ ഒരാഴ്ച വീണ്ടും മഴ, അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളിപ്പോൾ. അപ്പോൾ അതാ വേഗം ഞാൻ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ. നമുക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ നിങ്ങൾ. അപ്പം ഞാൻ വെള്ളം കുടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഈ ഒരു ജഗ്ഗിലേക്ക് ആക്കി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഈ ഒരു ജഗ്ഗിലോ ആക്കി കഴിഞ്ഞാൽ കുടിക്കാനുള്ള ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒഴിച്ചിട്ട് കുടിക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ വേഗം 2 ഗ്ലാസ് വെള്ളമൊക്കെ പെട്ടെന്ന് കുടിച്ചു. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫിഷും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പപ്പടം ഫ്രൈ ചെയ്തിട്ട് അതേ ഓയിലിൽ തന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ അധികം എണ്ണ വേസ്റ്റ് ആക്കാതെ ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പപ്പടം പൊരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരെ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ ലാഭമാണ്. അപ്പോൾ അതാ പപ്പടം പൊരിച്ച് മാറ്റിയതിന് ശേഷം എന്താ ഞാൻ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. മീനൊക്കെ ഇതാ പൊരിച്ച് കഴിഞ്ഞു. അപ്പോൾ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വിനെഗറും മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും മാത്രം ഇട്ടിട്ടുള്ള ഒരു ഫ്രൈ. പിന്നെ നിങ്ങൾക്ക് പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം, നല്ല ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ അതാ നമ്മൾ മക്കളും ഞാനും ഒക്കെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഇക്ക വന്നത്. പിന്നെ ഇക്കയും ഇതാ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ഈവനിങ് ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ആ ഒരു തുണികൾ വിരിച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടി. എന്തോ ഭയങ്കര സമാധാനമായി. കുറേ തുണികളിങ്ങനെ കൂടി കിടക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിനൊരു പ്രയാസമാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി കിട്ടിയപ്പം എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ തുണികളൊക്കെ പറക്കി ഇനിയിപ്പോൾ താഴെ പോയിട്ട് ഇത് മടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ കൂട്ടിയിട്ടാൽ ആ ഒരു ഏരിയയിൽ അങ്ങനെ കിടക്കും. ഉടൻ തന്നെ അങ്ങ് മടക്കി വെച്ചാൽ കുറച്ച് പണി ആണ്, എങ്കിലും ആ ഒരു പണി പെട്ടെന്ന് അങ്ങ് തീരുന്ന പോലെ തോന്നും കേട്ടോ. മടി പിടിച്ച് ചെയ്യാതെ നമ്മൾ എന്ത് മാറ്റി വയ്ക്കുന്നോ അത് നമുക്ക് തന്നെ നല്ല പണിയായിരിക്കും. അപ്പോൾ അത് ഉടനെ തന്നെ ചെയ്യാനൊരു മനസ്സുണ്ടായിരുന്നാൽ നമുക്ക് അത്രയും പണി കുറച്ചായിരിക്കും കേട്ടോ ചെയ്യാൻ കിട്ടുക. അപ്പോൾ നിങ്ങളെന്തായാലും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുണികളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മടക്കി അത് അവിടെ ഇട്ടിട്ട് പോകാതെ കബോർഡിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ എല്ലാ റൂമിലും ഈ ഒരു തുണികളിങ്ങനെ വാരിയിട്ടിട്ട് വൃത്തികേടാക്കാതെ ഒരു മുറി ഇതിനായിട്ട് മാറ്റി വെച്ചാൽ അതൊരു നീറ്റായിരിക്കും കേട്ടോ. കഴുകിയ തുണികളൊക്കെ ആ മുറിയിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേക്കിതാ ഞാൻ
തുണി മടക്കിക്കൊണ്ടിരുന്നപ്പോൾ മോള് ചായയൊക്കെ ഇട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പുറത്തുകൂടി ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആരുടെയും കണ്ണിൽ പെടാതെ ഒളിച്ച് ഒരു ആപ്പിൾ ചാമ്പ നമ്മുടെ മരത്തിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല റെഡ് കളറിൽ അവളങ്ങനെ സുന്ദരിയായിട്ട് അങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മരം മൊത്തം ഒന്ന് അരിച്ച് പറക്കി ഇനിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇല്ല കേട്ടോ, ഒരെണ്ണം ഇങ്ങനെ തെറ്റി തെറിച്ചുണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരെണ്ണം ഉണ്ടായതാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ആ ഒരു ചാമ്പക്കയും പൊട്ടിച്ചെടുത്തിട്ട് ഞാനിതാ വീടിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.